ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കേട്ടോ. സാധാരണ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ചിക്കൻ റോസ്റ്റൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ ഇതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു ചിക്കൻ റോസ്റ്റ് ഒരു തവണ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ അപ്പം, പൊറോട്ട, ചപ്പാത്തി അതിൻ്റെ കൂടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷും കൂടിയാണ്. ഉറപ്പായിട്ടും ഇഷ്ടമാവും. ചെറിയൊരു എരിവും എന്നൊരു പ്രത്യേക തരത്തിൽ ടേസ്റ്റിലുള്ള ഒരു റോസ്റ്റും കൂടി കേട്ടോ. അപ്പോൾ ചിക്കൻ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരില്ലെങ്കിൽ ഷെയർ കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ തന്നെ സമയം കളയാതെ നമുക്ക് വേഗം പോയി എങ്ങനെയാണ് അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണമായിട്ടാണ് എടുത്തിരിക്കുന്നത്. തീരെ ചെറുതുമല്ല എന്നാൽ ഒരുപാടങ്ങ് വലിയ കഷ്ണങ്ങളുമല്ല. അപ്പോൾ ശരിക്കും കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളിതാ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചീഞ്ചട്ടി തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോഴായിരിക്കും നന്നായിട്ടൊന്ന് ഇളക്കി മറിക്കാനൊക്കെ പറ്റുക. അതുകൊണ്ട് വലിപ്പമുള്ള ചീഞ്ചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനകത്തേക്ക് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണയോ നമ്മുടെ സൺഫ്ലവർ ഓയിലോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോൾ മീഡിയം സൈസുള്ള ഒരു 2 സവാള നല്ലതുപോലെ തന്നെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു 1/2 കിലോ ചിക്കന് ഒരു 2 മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്ത് മതിയാവും. അപ്പോൾ ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല, കറക്റ്റായിരിക്കും. ഇപ്പോൾ ചെറിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുത്താലും മതിയാവും. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണം പതുക്കെ ഒന്ന് വാടി വരട്ടെ. അങ്ങനെ വാടി വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് നന്നായിട്ട് ചതച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 4 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് എന്ന് പറയുന്നത് നീളത്തിൽ ഇതേപോലെ കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരു 3 മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാളയുടെ ഒക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി ശരിക്കും ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആണെങ്കിൽ നന്നായിട്ടൊന്ന് വെന്ത് എന്ന കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികളായിട്ട് എല്ലാം എടുത്തിരിക്കുന്ന ടീസ്പൂണിലാണ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു 1.5 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിയാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. കൂടെ തന്നെ 2 ടീസ്പൂൺ തന്നെ നമ്മുടെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് കുരുമുളകാണ്. അപ്പോൾ കുരുമുളക് പൊടിയല്ല, നമ്മുടെ കുരുമുളക് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാനും കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂടെ തന്നെ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാലയൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. അവിടെ നല്ല മണത്തിൽ തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ ഈ പൊടികളിൽ ഒട്ടും തന്നെ കരിയാതെ അതിൻ്റെ പച്ചമണം മാറാനായിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നപ്പോൾ നമ്മളിവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ മസാലയുടെയും കൂടെ ആ ചിക്കനാണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ മസാലയും ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ പാകത്തിന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം വലിയ പാൻ എടുത്തുകൊണ്ടാണ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വരുന്നത്. ചെറിയ പാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കണ്ടോ, നമ്മുടെ മസാലയൊക്കെ ആണെങ്കിലും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് എത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ കറി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് നല്ലൊരു കളറിനും അതേപോലെ തന്നെ കുറച്ചും കൂടി എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 4-5 വറ്റൽമുളക് ഇതിനകത്തേക്ക് ഒന്ന് ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ വറ്റൽമുളകിന് പകരം നമ്മുടെ കാശ്മീരി ചില്ലി ഉണ്ടല്ലോ, അതാണെങ്കിലും നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കൊടുത്താൽ മതി. ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഇതിനകത്ത് ഉപ്പ് ചേർത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി ആ കളറൊക്കെ ആണെങ്കിലും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് ചൂടായി ഇറച്ചിക്ക് നല്ല ചൂട് കയറി വരുന്നവരെ ഒരു മീഡിയത്തിലും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലുമാണ് നമ്മൾ വെക്കേണ്ടത്. ഞാനിപ്പോൾ നന്നായിട്ട് ചൂട് കയറി വന്നതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെച്ച് ഇതങ്ങ് വേവിക്കാനായിട്ട് പോവുകയാണ്. ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കിയേണ്ടേ. ആവശ്യത്തിന് വെള്ളം ഇതിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഒരു കാരണവശാലും കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടെന്ന് പറഞ്ഞാലും ഒരു 2-3 തവണ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ മൂടി തുറക്കുന്നതിന് മുമ്പ് ഒരു 2 തവണയെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഒരു പകുതി വേവായിട്ടേ വന്നിട്ടുള്ളൂ, ശരിക്കും ഒന്നും വെന്തിട്ടില്ല.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി ശരിക്കും ഒന്നും കൂടി ഒന്ന് വേവാനായിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കി. അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 3/4 ഭാഗത്തിൻ്റെ അടുത്ത് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെയാണെങ്കിലും നമുക്കറിയാൻ പറ്റും നമ്മുടെ ആ ചിക്കൻ്റെ എല്ലിൽ നിന്ന് ഇറച്ചി കഷ്ണമൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി വരാനുണ്ട് എല്ലാ കഷ്ണങ്ങളും കൂടി. അപ്പോൾ മാത്രമല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ആണെങ്കിലും ശരിക്കും വറ്റി നല്ല ഡ്രൈ ആയിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തവണയും കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും അവിടെ ഇരുന്ന വെള്ളമൊക്കെ പറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഇതിനകത്ത് വെള്ളമൊക്കെ പറ്റി എന്നാൽ ഇറച്ചി കഷ്ണങ്ങൾ എല്ലാം തന്നെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിലേക്ക് ഒരു കാര്യം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തേക്ക് ടൊമാറ്റോ സോസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ആ സോസിൻ്റെ ടേസ്റ്റും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും ആ വറ്റൽമുളകിൻ്റെ ഒക്കെയും കൂടി ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ നമ്മുടെ റോസ്റ്റ് നമുക്ക് കിട്ടും. ഇതിലേക്ക് ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ചേർത്തിരിക്കുന്ന സോസ് ആ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ തന്നെ ഒന്ന് പിടിക്കാൻ പാകത്തിന് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് മൂടി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗ്യാസ് ഒരു മീഡിയത്തിൽ തന്നെ നമുക്ക് വെക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റി നമ്മൾ ഈ സമയം ഒരു മീഡിയത്തിലേക്കാണ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഇതേപോലെ ശരിക്കും വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരാൻ പാകത്തിന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആണെങ്കിലും മസാലയൊക്കെ പിടിച്ച് എല്ലാം കൂടി നല്ലൊരു എരിവും അതേപോലെ തന്നെ ആ സോസിൻ്റെ ടേസ്റ്റും കൂടിയൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റിൽ തന്നെ നമ്മുടെ ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരിക്കും ഒന്ന് മിക്സാക്കി ഒരു ഒട്ടും തന്നെ ഗ്രേവി പരുവത്തിലല്ലാതെ നന്നായിട്ട് റോസ്റ്റ് പോലെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ റോസ്റ്റ് എന്ന് പറയുന്നത്. എല്ലാവരും മറക്കാതെ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ അപ്പത്തിൻ്റെ കൂടെയും അതേപോലെ തന്നെ പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ ഏറ്റവും ബെസ്റ്റ് സൈഡ് ഡിഷ് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ഗ്രേവി പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ സോസ് ഒഴിച്ച് ഒന്ന് മിക്സാക്കി നമുക്കങ്ങ് വാങ്ങിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്കിങ്ങനെ നല്ലപോലെ തന്നെ വരട്ടിയെടുക്കുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പരുവം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്താൽ മാത്രം മതിയോ. കണ്ടോ, അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ചിക്കൻ ചുക്കയും അതേപോലെ തന്നെ ചിക്കൻ 65ഉം നമ്മുടെ റോസ്റ്റഡ് ചിക്കൻ കറിയും അതേപോലെ തന്നെ നാടൻ ചിക്കൻ കറിയും ഒക്കെ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരില്ലെങ്കിൽ ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസ് നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ ചിക്കനൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.